പുതിയൊരു ടാൻ വെച്ചിട്ട് ഇൻകം ടാക്സിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം എങ്ങനെയാണെന്ന്. രജിസ്റ്റർ ചെയ്യുക, ടാക്സ് ഡിഡക്ടർ കളക്ട് എടുക്കുക, വാലിഡേറ്റ് ചെയ്യുക. ടാൻ വാലിഡ് ആണെങ്കിൽ കണ്ടിന്യൂ. പക്ഷേ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓപ്ഷൻ നമുക്ക് കാണാം, അങ്ങനെ ഓപ്ഷൻ ഇല്ല, ട്രേസസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് നേരിട്ട് പറ്റില്ല, നമ്മളിത് ട്രേസസ് സൈറ്റിൽ പോകണം. ട്രേസസ് സൈറ്റിൽ പോയിട്ട് ഇവിടെ നമ്മൾ രജിസ്റ്റർ ആസ് ന്യൂ യൂസർ ഡിഡക്ടർ എടുക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ ടാൻ നമ്പർ എൻ്റർ ചെയ്യുക, പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം യു കനോട്ട് രജിസ്റ്റർ ഓൺ ട്രേസസ് ഡ്യൂ ടു റീസൺ. അതായത് നമുക്ക് ട്രേസസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പക്ഷേ പറയുന്നത് എന്താ, യു വിൽ ബി റീഡയറക്റ്റഡ് ടു ഇ ഫയലിംഗ് വെബ്സൈറ്റ്. ഏതെങ്കിലും ഒരു TDS റിട്ടേൺ ഫയൽ ചെയ്ത് അത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേസസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവർ തന്നെ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഈ വെരിഫൈ സൈറ്റിലേക്ക് അതായത് ഇ ഫയൽ സൈറ്റിലേക്ക് നേരിട്ട് റീഡയറക്റ്റ് ആകുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക, നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, പാൻ ഓഫ് ദ ഓതറൈസ് പേഴ്സൺ ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ റീഡയറക്റ്റ് ടു ഇ ഫയലിംഗ് സൈറ്റ് കൊടുക്കുക. പാനും ഡിഡക്ടറുടെ പാനും അതേപോലെ പാൻ ഓഫ് ദ ഓതറൈസ് പേഴ്സണും ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ റീഡയറക്റ്റ് ഇ ഫയലിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് ഇ ഫയലിംഗ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. ഇവിടെ ടാനും അതേപോലെ പേരും ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ടാനും എല്ലാം പ്രീഫില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈസ് ദി പാൻ ഓഫ് ദ അപ്പം പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് വെച്ചാൽ അതിന് ആ ഒരു എൻറ്റിറ്റിക്ക് പാൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. യെസ് കൊടുത്തിട്ട് പാൻ നമ്പർ കൊടുക്കുക, ഓർഗനൈസേഷൻ നെയിം കൊടുക്കുക. ഇനി അടുത്ത ടാബ് എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ അടുത്ത ടാബിൽ പേഴ്സൺ റെസ്പോൺസിബിൾ, അതായത് ആരാണോ TDS കളക്ട് ചെയ്യാൻ ഉത്തരവാദി, അതായത് ഉദാഹരണത്തിന് പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പിന് മാനേജിങ് പാർട്ണറോ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാൻ ആണെങ്കിൽ ആ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. അപ്പോൾ അത് ഫില്ല് ചെയ്യുക, എന്നിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഫയലിങ്ങിൽ നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ഇത് അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നില്ല. ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ ഓതറൈസ് സിഗ്നറ്ററി എന്ന് പറയുന്ന ആളുടെ ഇൻകം ടാക്സിൽ ഈ ഫയലിങ്ങിൽ ലോഗിൻ ചെയ്യണം. അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പെൻഡിങ് ആക്ഷനിൽ വർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാബ് എടുക്കുക. ഇവിടെ ഫോർ ഇയർ ആക്ഷനിൽ ആ ടാൻ രജിസ്ട്രേഷൻ അപ്രൂവലിന് വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്രൂവ് ചെയ്യുമ്പോൾ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്ക് ആ ടാൻ അക്കൗണ്ട് ലോഗിൻ ആവുകയുള്ളൂ. ലോഗിൻ ആയതിനു ശേഷം എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിന്നീട് അത് ടാൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം, എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് റിട്ടേൺ പ്രോസസ്സ് ആയതിനു ശേഷം മാത്രമേ എനിക്ക് ട്രേസസിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.